ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കണേ ഇങ്ങോട്ടേക്കാണെന്നായിരിക്കും നിങ്ങൾ ഈ ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഈ മഴയത്തും അതുപോലെ തന്നെ ഈ പാതിരാക്കും നല്ല മഴയായിരുന്നു ഗായ്സ്. ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഇതേ ഞാൻ ലോഞ്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എയർപോർട്ടിലാണെന്നുള്ളത് അല്ലേ. അങ്ങനെ ഞാൻ ലോഞ്ചിൽ പോയിട്ട് വല്ലതും കഴിച്ചിട്ട് പോണ സ്ഥലം ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം കേട്ടോ ഗായ്സ്. അങ്ങനെ ഞാൻ ചപ്പാത്തിയും വെജിറ്റബിൾ ഒരു കറിയും എടുത്തു. അങ്ങനെ അതെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ലോഞ്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു കയറിയ സമയത്ത്. ഇപ്പോഴാരുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എവിടെ പോണേന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ദുബായിലേക്കാണ് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, നേരെ വാഷ്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായിട്ട് ബാക്കി പരിപാടി. ഓക്കെ, അങ്ങനെ ബോർഡിംഗ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഫുഡും കഴിച്ചു, വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് 5:20 ആണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 5:40ക്കാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ നല്ല വെയിറ്റിംഗ് ആണ്. ഞാൻ മാത്രമല്ല കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്ക് പ്രാന്തായി ഗൈസ്. പിന്നെ പാതിരായാണല്ലോ, നല്ല ഉറക്കം വരുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അവൾക്ക് സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾക്ക് ഒരു സമയം പോകണില്ല കേട്ടോ അവിടെ ഇരുന്ന്. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ ഗേറ്റൊക്കെ ഓപ്പണായി. അങ്ങനെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗേറ്റ് ഓപ്പണായി എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് അതാണ് കേട്ടോ, അതാണ്. അങ്ങനെ ആ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ഓട്ടപ്പാച്ചലിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് തന്നെ, വേറെ ഒന്നുമില്ല ഗൈസ്. അങ്ങനെ നടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഒരു സമാധാനമായി കേട്ടോ ഇത് കണ്ടപ്പോൾ. ഇനി ഇതിൽ കയറി ഇരുന്നിട്ട് ഇത് എടുക്കണമല്ലോ, അതുവരെയും ക്ഷമിച്ചിരുന്നേ പറ്റുള്ളൂ. അങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലെത്തി ഗൈസ്. എന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ ഇതാണ് അവസ്ഥ. എല്ലാവരും ഫ്ലൈറ്റ് നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങി നിൽക്കും. അതാണ് അവസ്ഥ. ഞാനങ്ങനെ ഇറങ്ങി എൻ്റെ പാട്ടിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ നല്ലൊരു റൊമാൻറ്റിക് കപ്പിൾസ് പോകുന്നുണ്ട്. അവർ കെട്ടിപ്പിടിച്ചൊക്കെ പോകുന്നുണ്ട് ഗായ്സ്. കണ്ടിട്ട് എന്നെ കൊതിയാവുന്നു. എൻ്റെ ഇക്കാക്ക ഇല്ലല്ലോ, എൻ്റെ ഇക്കാക്ക നാട്ടിലല്ലേ. അങ്ങനെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു ലോഡ് നടക്കണം ഗൈസ്. നടന്ന് എൻ്റെ ഏട്ടപ്പാളം പൊളിഞ്ഞെന്ന് പറയാം. അമ്മാതിരി നടത്തുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ലഗേജ് പിക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ട്രോളിയുടെ ബഹളം. അങ്ങനെ ലഗേജൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി ലഗേജിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ലഗേജൊക്കെ എന്ത് ഫാസ്റ്റാണെന്ന് പറഞ്ഞു. നമ്മളെ നാട്ടിലാണെങ്കിൽ മുക്കിയും മുള്ളിയൊക്കെ ആയിട്ട് എന്ന് വന്നിട്ടാ. അങ്ങനെ ഞാൻ പുറത്തേക്ക് എത്തി. എൻ്റെ കസിനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.